ഇത് സ്വാഭാവികമായും ബോധ്യപ്പെടേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും നമ്മുടെ ഭരണ നേതൃത്വത്തിനുമാണ്. ഈ പെറ്റീഷൻ ഒന്നും ഇല്ലാതെ തന്നെ സുപ്രീം കോടതിയിൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഈ പെറ്റീഷൻ ഫയൽ ചെയ്താതെ തന്നെ ഇന്ത്യൻ സർക്കാരിന് ഇടപെടാമായിരുന്നല്ലോ. 2023 തൊട്ട് 2023 സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ, യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ വധശിക്ഷ ശരിവെക്കുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിനകത്ത് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന്. ഇതുവരെ മൗനം പാലിച്ച സർക്കാർ ഇപ്പോൾ ഇന്നും കോടതിയുടെ നിർദ്ദേശത്തോട് ഇനി എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഈ സമയത്തെ സംബന്ധിച്ച് ഈ സമയക്രമത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ സർക്കാർ, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഭരണവർഗത്തെയോ പറയുന്നതല്ല. പൊതുവെ നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഇന്ത്യയിലെ ഇത്തരം പൗരന്മാരോട് സ്വീകരിക്കുന്ന സമീപനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രവാസികളായ ആളുകളോട് സ്വീകരിക്കുന്ന സമീപനം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ UAE വെച്ച് ഉത്തർപ്രദേശുകാരിയായ ഒരു മൈഗ്രന്റ് ലേബറുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടത്. അന്ന് അതിനകത്ത് ഇടപെടാതെ പിന്നീട് അവർ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം അവരുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായവും ആ കുടുംബത്തിന് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ എംബസി നൽകിയത്. ഇത് നമ്മൾ എത്രത്തോളം ഇത്തരം വിഷയങ്ങളിൽ സെൻസിറ്റീവ്ഡ് ആണ്, നമ്മുടെ പൗരന്മാരുടെ ജീവനെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ നിമിഷയുടെ കേസ് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ, ഒരു യൂറോപ്പ് പോലെയുള്ള പ്രദേശത്തായിരുന്നെങ്കിൽ അവർ എത്രത്തോളം അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം കൊണ്ടുവരുമായിരുന്നു. നമുക്കും ഇന്ത്യക്കും കൊണ്ടുവരാൻ സാധിക്കും. ഒമാനെ പോലെയുള്ള, അതല്ലെങ്കിൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ യമനിലെ ഹൂത്തികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്, ഇന്ത്യയുമായി നല്ല സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് നിമിഷയുടെ കേസിനകത്ത് ഇടപെടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്, നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. MEAയിലേക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എംബസികളിൽ ഇരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെ സംബന്ധിച്ച് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള സമീപനമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് വിവിധ രാജ്യങ്ങളിലെ ജയിലുകൾക്കകത്ത് ഇതേമാതിരി വധശിക്ഷയും മറ്റ് ശിക്ഷകളും നേരിട്ടുകൊണ്ട് കിടക്കുന്നത്. അവർക്കൊക്കെ നീതി ഉറപ്പാക്കാനുള്ള ഒരു മൈൽ സ്റ്റോണായി, ഒരു നാഴികക്കല്ലായി നിമിഷയുടെ കേസ് മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഇനിയെങ്കിലും പ്രോആക്റ്റീവായിട്ട് ഇടപെടാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ വളരെ വിനയപൂർവ്വം സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.